ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദി, അതായത് ഏറ്റവും അധികം വെള്ളമുള്ള നദിയാണ് ബ്രഹ്മപുത്ര. UPSC ഈ നദിയിൽ നിന്ന് പലപ്പോഴും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു നദിയുടെ കോഴ്സും അതിൻ്റെ പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറീസും നമുക്ക് പെട്ടെന്ന് നോക്കാം. ഈ ഒരു നദി ഉത്ഭവിക്കുന്നത് ടിബറ്റിൽ മാൻസരോവർ ലേക്ക് റീജിയൻ്റെ അവിടെ നിന്നാണ്. അവിടെ നിന്ന് ഉത്ഭവിച്ച് ഇത് ഹിമാലയത്തിന് പാരലായി കിഴക്കോട്ട് ഒഴുകുന്നു. സോ ഇവിടെ ഒന്നും വെച്ച് ഇതിന് ഹിമാലയം കട്ട് ചെയ്ത് ഒഴുകാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ ഇത് ഒരുപാട് ദൂരം 1000ഓളം കിലോമീറ്റർ കിഴക്കോട്ട് ഒഴുകി ഫൈനലി ഹിമാലയത്തിൻ്റെ ഈസ്റ്റേൺ എഡ്ജിലുള്ള ഈസ്റ്റേൺ സിൻഡാക്സിൽ ബെൻഡിൻ്റെ അവിടെ എത്തുന്നു. ഓക്കെ, സോ ഇവിടെയാണ് പ്രസിദ്ധമായ നംജ ബർവ എന്ന് പറയുന്ന പീക്ക് വരുന്നത്. സോ ഈ പീക്കിനെ റൗണ്ട് ചെയ്ത് ഒരു ടേൺ അടിച്ച് പതിയെ ഇത് ഇന്ത്യയിലേക്ക് കിടക്കുന്നു. സോ ഇത് ടിബറ്റിലൂടെ ഒഴുകുമ്പം ഇത് അറിയപ്പെടുന്നത് സാങ്പോ എന്ന പേരിലാണ്. അതിനുശേഷം ഇത് ഇന്ത്യയിലേക്ക് വരുന്നു. അവിടെ അരുണാചൽ പ്രദേശ് എന്ന സ്റ്റേറ്റിലേക്കാണ് എൻ്റർ ചെയ്യുന്നത്. ഇവിടെ ഇതിൻ്റെ പേര് സിയാങ് അല്ലെങ്കിൽ ദിഹങ് എന്നാണ്. പിന്നീട് പതിയെ അത് ആസാമിലേക്ക് എൻ്റർ ചെയ്യുന്നു. ഇവിടെ വെച്ച് ഇതിൻ്റെ ഡയറക്ഷൻ ഒരു വെസ്റ്റ് ഡയറക്ഷനിലേക്കാകുന്നു. അസാമിൻ്റെ ഫുൾ ലെങ്തും ഇത് ഒഴുകി വെസ്റ്റേൺ അസാമിൽ പോയി പതിയെ അത് 90 ഡിഗ്രി സൗത്തിലേക്ക് ബെൻഡ് ചെയ്ത് ഇത് ബംഗ്ലാദേശിലേക്ക് എൻ്റർ ചെയ്യുന്നു. ബംഗ്ലാദേശിൽ വെച്ച് ഇതിൻ്റെ പേര് മാറുന്നു. ഇവിടെ ഇത് ജമുന എന്നാണ് അറിയപ്പെടുന്നത്. അസാമിൽ ഇത് അറിയപ്പെടുന്നത് ബ്രഹ്മപുത്ര എന്ന് തന്നെയാണ്. ഈ ജമുന പതിയെ ഗംഗയുടെ ബംഗ്ലാദേശിലേക്ക് പോയ ട്രിബ്യൂട്ടറി ആയ പത്മയിൽ പോയി ജോയിൻ ചെയ്യുന്നു. സോ ബംഗ്ലാദേശിൽ ഗംഗ അറിയപ്പെടുന്നത് പത്മ എന്നാണ്. സോ പത്മയിൽ ജോയിൻ ചെയ്യുന്നു. അതിനുശേഷം ഇത് അറിയപ്പെടുന്നത് പത്മ എന്നാണ്. ഫൈനലി ഈ നദി മേഘന എന്ന് പറയുന്ന മറ്റൊരു നദിയിൽ പോയി ജോയിൻ ചെയ്യുന്നു. പിന്നീട് ഇത് മേഘന എന്ന പേരിലാണ് അറിയപ്പെടുക. അങ്ങനെ ഈ മേഘന നദി ഫൈനലി ബേ ഓഫ് ബംഗാളിലേക്ക് പോകുന്നു. നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ മേഘന നദിയും ഇന്ത്യയിൽ നിന്ന് ഉത്ഭവിച്ച് വന്ന ഒരു നദിയാണ്. നമ്മുടെ മണിപ്പൂർ, അസാം ആ റീജിയനിൽ നിന്ന് ഉത്ഭവിച്ച് വരുന്ന സദേൺ അസാം റീജിയനിൽ നിന്ന് ഉത്ഭവിച്ച് വരുന്ന നദിയാണ്. അവിടെ അതിൻ്റെ പേര് ബരാക്ക് എന്നാണ്. അത് ബംഗ്ലാദേശിലേക്ക് എത്തുമ്പോൾ അത് മേഘന എന്ന് അറിയപ്പെടുന്നു. ഇതാണ് ഈ റിവറിൻ്റെ ഒരു മെയിൻ കോഴ്സായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക. ഇനി ഇതിലേക്ക് വരുന്ന പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറീസ് നമുക്ക് പെട്ടെന്ന് നോക്കാം. ആസാമിലേക്ക് എൻ്റർ ചെയ്ത ഉടനെ ഇതിലേക്ക് 2 വലിയ നദികൾ വന്ന് ജോയിൻ ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഒന്ന് ദിബങ് എന്ന് പറയുന്നൊരു നദിയാണ്. അരുണാചൽ പ്രദേശിൽ ഉത്ഭവിച്ച് ഈസ്റ്റേൺ അരുണാചൽ പ്രദേശിൽ നിന്ന് ഒഴുകി ഇതിൽ വന്ന് ജോയിൻ ചെയ്യുന്നു. അതേപോലെ തന്നെ ലോഹിത് എന്ന് പറഞ്ഞ മറ്റൊരു നദി, അത് ഉത്ഭവിക്കുന്നത് ടിബറ്റിലാണ്. എന്നിട്ട് അരുണാചൽ പ്രദേശ് വഴി ഇത് ഈ അസാം അരുണാചൽ പ്രദേശ് ജംഗ്ഷൻ്റെ അവിടെ വെച്ച് ഈ നദിയിലേക്ക് ജോയിൻ ചെയ്യുന്നു. പിന്നീട് ഉള്ള പ്രധാനപ്പെട്ട നദികളെല്ലാം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ആണ്. ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിച്ച് വരുന്ന നദികളാണ്. സോ അതിൽ ഒരു പ്രധാനപ്പെട്ട നദിയാണ് സുബാൻസിരി. പിന്നീട് നമ്മൾ വെസ്റ്റിലേക്ക് സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഹിമാലയത്തിൽ നിന്ന് വരുന്ന ഒരുപാട് നദികൾ കാണാൻ സാധിക്കും. മറ്റൊരു നദിയാണ് കമേങ് നദി. പിന്നെ വീണ്ടും നിങ്ങൾ ഈ വെസ്റ്റിലേക്ക് സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഭൂട്ടാനിൽ നിന്ന് ഉത്ഭവിച്ച് വരുന്നൊരു നദിയാണ് മനസ് നദി. പിന്നെ നമ്മൾ ഫൈനലി വീണ്ടും നമ്മൾ വെസ്റ്റിലേക്ക് സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഈ നദി പതിയെ ആസാമിൽ നിന്ന് 90 ഡിഗ്രി ബെൻഡ് ചെയ്ത് ഇത് ബംഗ്ലാദേശിലേക്ക് എൻ്റർ ചെയ്തു. സോ ഈ ബംഗ്ലാദേശിലേക്ക് എൻ്റർ ചെയ്തതിന് ശേഷം ഈ നദിയിലേക്ക് വന്ന് ജോയിൻ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട നദിയാണ് ടീസ്റ്റ നദി. ടീസ്റ്റ നദിയും ഇന്ത്യയിലാണ് ഉത്ഭവിക്കുന്നത്, സിക്കിമിലാണ് ഉത്ഭവിക്കുന്നത്. സിക്കിമിൽ നിന്ന് ഉത്ഭവിച്ച് വെസ്റ്റ് ബംഗാൾ വഴി ഒഴുകി ബംഗ്ലാദേശിൽ എൻ്റർ ചെയ്ത് പതിയെ പോയി ബ്രഹ്മപുത്രയിൽ ജോയിൻ ചെയ്യുന്നു. സോ UPSC ഇതിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഒരിക്കൽ ചോദിച്ചു ഏതൊക്കെ നദികളാണ് അരുണാചൽ പ്രദേശിലൂടെ ഒഴുകുന്നതെന്ന്. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നിരുന്ന ഓരോ ഓപ്ഷൻ ബരാക്ക് എന്നായിരുന്നു. നമുക്കറിയാം ബരാക്ക് അരുണാചൽ പ്രദേശിലില്ല. അത് കുറച്ചുകൂടെ ഒരു സദേൺ നോർത്ത് ഈസ്റ്റേൺ റീജിയനിലുള്ള നദിയാണ്. അതുപോലെ തന്നെ ഒരു തവണ ചോദിച്ചു ഏതൊക്കെയാണ് ബ്രഹ്മപുത്ര ട്രിബ്യൂട്ടറീസ്. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറീസ് ഒക്കെയാണ് അതിലുണ്ടായിരുന്നത്. ലോഹിത്തും കമേങ്ങും അങ്ങനത്തെ നദികളായിരുന്നു അതിലുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബേസിക് ഇൻഫർമേഷൻ അറിയാമെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 2024 UPSC ഗംഗ റിവർ സിസ്റ്റം ചോദിച്ചിരുന്നു. അതിന് മുന്നേ UPSC ഇൻഡസ് റിവർ സിസ്റ്റം ചോദിച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇനി വരുന്ന എക്സാമിൽ ഏറ്റവും അധികം ചോദിക്കാൻ സാധ്യതയുള്ള ഒരു റിവർ സിസ്റ്റമാണ് ബ്രഹ്മപുത്ര റിവർ സിസ്റ്റം. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻസൊക്കെ നിങ്ങൾ നല്ലപോലെ ഒന്ന് റിവൈസ് ചെയ്തിട്ട് 2026 പ്രിലിംസിന് പോകാനായിട്ട് ശ്രദ്ധിക്കാം.